ഇന്ന് ഇലയിൽ വെച്ചാണ് മീൻ വറക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ വരഞ്ഞ് ചെറിയ ചെറിയ ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരഞ്ഞ് എടുക്കണം. ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങള് മീൻ വാഴയില വെച്ച് പൊള്ളിക്കാൻ പോവാം. പൊള്ളിക്കുവല്ല, വറക്കുക. അതെങ്ങനെ വറക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അതിന് വേണ്ടുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളിയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഞങ്ങളെല്ലാരും കൂടി ഇത് റെഡിയാക്കുവാണ്. കൂടെ ഞങ്ങളുടെ അമ്മുക്കുട്ടിയുണ്ട്. ഇന്ന് കുട്ടികൾക്കൊക്കെ ലീവ് ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടി, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടി ഇന്ന്. അപ്പൊ നമ്മള് മീനിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്നൊക്കെ എന്ന് നോക്കിയാലോ. കുരുമുളക്, ഇഞ്ചി, ചെറുള്ളി, വെളുത്തുള്ളി, കരിയാപ്പല, കൊടംപുളി, ഉണക്കമുളക്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കല്ലേ വെച്ച് അരച്ചുകൊണ്ട് വരാം. കുരുമുളക് അരച്ച് ഇനി വറ്റലുമുളകും കൂടെ അതിൻ്റെ കൂടെ വെച്ച് നമുക്ക് കൊടംപുളി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി അരയ്ക്കാൻ വെച്ച് കൊടുക്കാം. ഇപ്പോഴത്തെ കാലത്ത് ആർക്കും അരകല്ലെ പോലും അരയ്ക്കാൻ അറിയത്തില്ല. അരകല്ലും കൊണ്ട് എങ്ങനെ അരയ്ക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇങ്ങനൊക്കെ അരച്ച് കറി വെക്കുന്നതൊക്കെ അല്ലേ നല്ല. അന്നത്തെ കാലത്ത് അമ്മമാര് എന്തോരുവാ അരയ്ക്കുന്നത്. ഏത് കറിക്കായാലും കല്ലേൽ അരച്ച് കറി വെക്കുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാം മിക്സി ഉള്ളത് കൊണ്ട് എല്ലാരും അങ്ങനെ ഇപ്പൊ കറി വെക്കുന്നത്. നമ്മൾ ബാക്കി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും അരച്ചെടുത്ത് ഉള്ളിയും ഇഞ്ചിയും കരിയാപ്പലയും കൂടെ നമുക്ക് ഒന്നിച്ച് വെച്ചരയ്ക്കാം. പണ്ട് കാലത്ത് എല്ലാ കറികളും നമ്മള് കല്ലിൽ അരച്ചായിരുന്നു വെക്കുന്നത്. അതിനൊക്കെ നല്ല രുചിയായിരിക്കും. ഇപ്പൊ എല്ലാരും മിക്സിയൊക്കെ ഉള്ളത് കൊണ്ട് അതിലരച്ചാ കറിയൊക്കെ വെക്കുന്നത്. ഞങ്ങളും ഇടയ്ക്ക് മിക്സിയിലൊക്കെ അരച്ചാ കറി വെക്കുന്നത്. പക്ഷെ ഇന്നൊരു തോന്നല്, നമുക്ക് കല്ലേലരച്ച് ഇലക്കകത്ത് മീൻ വറുത്താലോന്ന്. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ മീൻ വറുത്ത് ഞങ്ങക്ക് തരുമായിരുന്നു. ഇപ്പൊ വാഴയിലക്കകത്ത് വെച്ച് വറുത്ത് തരുമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചുമ്മാ ഇരിക്കുമല്ലേ, ഇങ്ങനെ ഒന്ന് ചെയ്യാന്ന് ഓർത്താണ് ചെയ്യുന്നത്. ഇതുപോലൊക്കെ നിങ്ങൾക്കും ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കില്ലേ. നമുക്ക് ഈ സമയം കൊണ്ട് ഇവിടുത്തെ പ്രകൃതിയൊക്കെ കണ്ടാലോ. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പ്. അപ്പൊ നമ്മുടെ അരപ്പെല്ലാം നല്ല ഉരുണ്ടയാക്കി നല്ല സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ
അപ്പൊ ഇനി നമുക്കിത് മീനിലോട്ട് തേച്ചു കൊടുക്കാം. ഇനി ചേർക്കണം, ഇനി ഉപ്പ് ചേർക്കണം, മഞ്ഞപ്പൊടി ചേർക്കണം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ മഞ്ഞപ്പൊടി ഇത് ചേർത്ത് അരച്ചിട്ടില്ലായിരുന്നു, നമുക്ക് മഞ്ഞളൊന്നും കിട്ടാനില്ല, പൊടിയായിട്ടേ ഉള്ളു. അപ്പൊ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ കട്ടിയായിട്ടായിരിക്കുന്നത്, ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് കട്ടിയായിട്ടായിരിക്കുന്നത്. നമുക്കിത് ഗ്യാസ് എടുത്ത് വെച്ച് ചൂടാക്കി കൊണ്ടുവരാം. ഇവിടെ ഇപ്പൊ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്, എണ്ണയെല്ലാം നല്ല കട്ടിയായിട്ടിരിക്കും. വെള്ളത്തിലൊന്നും തൊടാൻ പറ്റില്ല രാവിലെ. നമുക്കിനി ശിവരാത്രി കഴിയുന്നിടം വരെ ഈ തണുപ്പായിരിക്കും. ശിവരാത്രി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടായിരിക്കും. നമ്മുടെ എണ്ണ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. നവംബർ മാസം തുടങ്ങുന്ന തണുപ്പ് ഇവിടെ ശിവരാത്രി കഴിയാതെ തണുപ്പ് മാറിയല്ല. എണ്ണയെല്ലാം നമ്മൾ ഇങ്ങനെ വേണം ചൂടാക്കി ഉരുക്കിയെടുക്കാം. അപ്പൊ അത് നമുക്ക് ശകലം അതിലൊഴിച്ചു കൊടുക്കാം. ഈ മസാല എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലാം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ മീൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്, മസാല ഇളക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് നല്ലപോലെ പുരട്ടി കൊടുക്കാം. നല്ല അകത്തോട്ട് ഉപ്പും ആ പുളിയൊക്കെ പിടിക്കാൻ പാകത്തിന് നല്ലപോലെ പുരട്ടി കൊടുക്കാം. ഇത് കാണുമ്പോ തന്നെ എനിക്ക് നന്നായിട്ട് കൊതിയുള്ളൂ കേട്ടോ. അതുപോലെയാ നമ്മള് കൊടംപുളി ചേർത്ത് അരച്ചേക്കുന്നത് കൊണ്ടാണ് ഇച്ചിരി കളർ വ്യത്യാസം, കറുത്ത പോലെ. പക്ഷെ നല്ല ടേസ്റ്റാണ് മസാല. നല്ലപോലെ നമുക്ക് ഇത് തേച്ച് കൊടുക്കാം. ആ വരഞ്ഞതിൻ്റെ അകത്തൊക്കെ നല്ല മസാല ചെല്ലാൻ പാകത്തിന്. ഇപ്പൊ ഒരു 6 മീനുണ്ട്, നമുക്ക് 6 മീനും ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. അമ്മുന് മീൻ കണ്ടിട്ട് കൊതിയാവുന്നുണ്ടോ? ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മീൻ കൊതിച്ചിയാണ് ഞങ്ങളുടെ അമ്മു. അത് മീനുണ്ടേലേ ചോറ് തിന്നുള്ളൂ. ഇരുന്ന ഇരിപ്പില് 3-4 മീനൊക്കെ തിന്നുകളയും. അതുകൊണ്ട് മീൻ വെട്ടാൻ തുടങ്ങിയപ്പോ തൊട്ട് കൂടെ തന്നെ നമ്മുടെ ക്യാമറമാൻ നമ്മളോട് കൂടെയുണ്ട്. ക്യാമറമാൻ വേറെ ആരുമല്ല, നമ്മുടെ പേര് വീട്ടിൽ വിളിക്കുന്ന അപ്പൂന്നാണ്. അപ്പൊ നമ്മുടെ മീൻ മസാലയെല്ലാം തേച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് മീൻ ദോശക്കല്ല് വെച്ച് വറക്കാനുള്ള വാഴയില വേണം. അത് വാഴയില വെട്ടിക്കൊണ്ട് വരാം. അപ്പൊ എല്ലാരും വാഴയില വെട്ടാൻ ബാ. അപ്പൊ നമുക്കിന്ന് മീനൊക്കെ നല്ല സൂപ്പറായിട്ട് വറുത്ത് നല്ല അടിപൊളിയായിട്ട് തിന്നാൻ പോവുകയാണ്. വാ, വാഴയില വെട്ടാം.
അപ്പൊ നല്ല വാഴയില നമ്മൾ മീൻ വറക്കാറുള്ളത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഇതിന്റെ അകത്തിലോട്ട് മീൻ വെച്ച് വറക്കാം. കൂട്ടുകാരെ, നമ്മളിനി വാഴയില ഒന്ന് വാട്ടിയെടുക്കാം. നല്ലപോലെ വാട്ടി എടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ കീറിപ്പോകും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് വാട്ടി ഇതെന്താന്ന് മനസ്സിലായില്ലാക്കും. ഇതുവരെ ചാനൽ ലൈക്ക് കൂടി ചെയ്യാൻ മാറ്റേ ലൈക്ക് ചെയ്തേ. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലായോ? ഇത് എന്റെ അമ്മ എനിക്ക് വാഴയില കൊണ്ട് മോതിരം ഉണ്ടാക്കി തന്നു. നിങ്ങൾക്ക് ഈ മോതിരം ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ കമന്റ് ചെയ്യണം കേട്ടോ. വാഴയില കൊണ്ടുവന്ന് നമുക്ക് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്ത് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് വാഴയില വാട്ടിയത് ഒരു പീസ് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീൻ മസാല തേച്ച്, എണ്ണയൊന്നും ഒഴിക്കണ്ട, മസാല തേച്ചത് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി അടുക്കി വെച്ച് കൊടുക്കാം. റെഡിയാവും, കുറച്ച് നേരാവും. മേളിൽ നമ്മൾ ഒരു പീസ് വാഴയിലും കൂടെ വെച്ച് നമുക്കിത് നല്ല അടച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു വെയിറ്റ് ഉള്ള വെള്ളം ഉള്ള ഒരു പാത്രം വെച്ച് കൊടുത്താലേ നമുക്ക് മീൻ ഇങ്ങനെ അമങ്ങി ഇരിക്കുകയുള്ളൂ, വേഗമുള്ളൂ. എന്നിട്ട് തീ നമുക്ക് നല്ല കുറച്ച് തന്നെ വെക്കാം. നമ്മൾ മീൻ വറക്കുന്ന സെറ്റപ്പ് ഇങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റോട് കൂടി ഇരുന്നാലേ ഇത് അടിഭാഗമെല്ലാം നല്ല വെന്ത് കിട്ടുകയുള്ളു. നമുക്കിനി കുറച്ച് കഴിഞ്ഞ് നോക്കാം. തീ നല്ല കുറച്ച് വെക്കണം. അപ്പം നമ്മുടെ മീനെല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. സബോളയൊക്കെ വെച്ച് എല്ലാം ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല സൂപ്പറായി കുട്ടപ്പനായിട്ട് കൊണ്ട് നല്ല നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നമുക്ക് തിന്ന് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം അമ്മു തിന്ന് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേ. സൂപ്പർ ആയിട്ടുണ്ട്. നമ്മൾ മീനൊന്ന് തിരിച്ച് ഇടാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ക്യാമറമാൻ എസ്കേപ്പ് ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവരുടെ കൂട്ടുകാർ വന്ന് കളിക്കാൻ വിളിച്ചുകൊണ്ട് പോയി. അപ്പം നമ്മുടെ മീനിൻ്റെ അവസാനത്തെ അവസ്ഥ ഇതാണ്. വാഴയിലയുടെയൊക്കെ മണവും രുചിയും എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഓക്കെ, ബൈ ബൈ, സീ യു.